ഇപ്പൊ നമ്മളുള്ളത് കൊച്ചി പോലൊരു വലിയൊരു സിറ്റിയിലാണുള്ളത്. കൊച്ചിയിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ് ഉണ്ട്. അപ്പൊ കൊച്ചിയിൽ നിന്ന് ഇപ്പൊ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഈ വേസ്റ്റ്? കൊച്ചിയിൽ നമ്മൾ കൊച്ചി സിറ്റിയില് കൊച്ചിയില് അത്യാവശ്യം ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പല ആൾക്കാർക്ക് ഈ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയണം, കുറെ സ്ഥലത്തൊന്നും കളക്ട് ചെയ്യാൻ വരാത്ത ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് വേസ്റ്റ് വന്ന് കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് വേസ്റ്റ് കളക്ട് ചെയ്യാത്തത് എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ വേസ്റ്റ് ആളുകൾ മിക്സ് ചെയ്ത് ആണ് വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കില്ല. അപ്പം വേസ്റ്റ് ഫുഡ് വേസ്റ്റ് മാറ്റി പ്ലാസ്റ്റിക് വേസ്റ്റ് പരമാവധി ക്ലീൻ ചെയ്ത് തരികയാണെങ്കിൽ നമുക്കൊരു സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹരിതകർമ്മസേന എടുക്കുന്ന സ്ഥലങ്ങളിൽ, ഹരിതകർമ്മസേനയ്ക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പ്രൈവറ്റ് കളക്ഷൻ വഴി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വീടുകൾ അവരുടെ വേസ്റ്റ് തരംതിരിക്കുക എന്നുള്ളതാണ്. അപ്പം തരംതിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് മിക്സ് ചെയ്തിടുന്നതുകൊണ്ടാണ്. അപ്പം മിക്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തരംതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഓരോ സാധനങ്ങൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡ്രസ്സ് വെക്കാനൊരു സ്ഥലം ഉണ്ടാവും, നിങ്ങളുടെ മറ്റ് പിന്നെ ഓർണമെന്റ്സ് വെക്കാൻ മറ്റൊരു സ്ഥലം ഉണ്ടാവും. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് വെക്കാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മസേന വരുമ്പോൾ എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പം അത് തരംതിരിക്കണ്ട, മിക്സ് ചെയ്യണ്ട. അപ്പം ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ പാല് വാങ്ങിയ കവർ എന്ത് ചെയ്യും? പാല് വാങ്ങിയ കവർ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കി മറ്റ് പാത്രങ്ങൾ കഴുകുന്ന പോലെ വൃത്തിയാക്കി കഴുകണം എന്നൊന്നുമില്ല. ഒന്ന് വെള്ളം ചുഴറ്റി നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും. ആ ഉണങ്ങിക്കഴിഞ്ഞ ഒരു ചാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പാല് പിന്നെ സ്മെല്ല് ഉണ്ടാവില്ല. അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതിന് പകരം നിങ്ങൾ അത് കൂട്ടി ചുരുട്ടി മടക്കി ഒരു കവറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിയുമ്പോൾ ഒരു ദുർഗന്ധം നിങ്ങളെ വീട്ടിൽ തന്നെ ആവും. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് മറ്റൊരാൾ ഇത് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ തൊഴിൽ ഇത് തരംതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളും കൂടെ പരിഗണിക്കണം വീട്ടിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാവരും വേസ്റ്റ് നല്ലപോലെ കഴുകി വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ വന്ന് കളക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻസ്പയറിന്റെ പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കും ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ ഒരു ടേൺ ഓവറും കാര്യങ്ങളും ഒക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി അതൊന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം 1.5 ലക്ഷം രൂപയായിരുന്നു ഞങ്ങളുടെ ടേൺ ഓവർ. അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 45 കോടി ആണ് നമ്മളുടെ ടേൺ ഓവർ. 45 crore. നിങ്ങൾ കേൾക്കണം, വേസ്റ്റ് മാനേജ്മെന്റിലൂടെയാണ് ഈ 45 crore. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും? നമ്മൾ ഈ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ കുറച്ചും കൂടെ കൂടുതൽ ഏരിയകൾ, പഞ്ചായത്തുകൾ എടുക്കണം എന്നുള്ളതാണ്. ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി, ഒരു സ്റ്റാർട്ടപ്പ് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അപ്പൊ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഓരോ ഡിസ്ട്രിക്റ്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അടുത്തതായിട്ട്? നമുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രസൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫെസിലിറ്റി ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകൾ കിട്ടുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ അവരെ സെർവ് ചെയ്യാൻ കൂടുതൽ കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറവ് മതി. അപ്പം ഞങ്ങൾ പുതിയ ഒരു സംവിധാനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫെസിലിറ്റിയുടെ അടുത്തുള്ള പഞ്ചായത്തുകൾ കൂടുതൽ നമ്മൾ സംസാരിച്ച് അവരുടെ വേസ്റ്റ് ഇങ്ങോട്ടേക്ക് ആഡ് ഓൺ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു യൂണിറ്റ് പുതിയത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഏരിയയിൽ കൂടുതൽ വർക്ക് നമ്മൾ എടുക്കുക. അപ്പം അവിടെ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനായിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഏകദേശം 10-12ഓളം പഞ്ചായത്തുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബേസ് ആയതിനു ശേഷം നമ്മൾ അവിടെ ഒരു ഫെസിലിറ്റി തുടങ്ങുന്നു. പിന്നെ ആ 10 എന്നുള്ളത് നമ്മളൊരു 40-50 ലോക്കൽ ബോഡിയിലേക്ക് നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുക. അപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? സർക്കാരിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഇല്ല. ഇത് പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു ചുമതല നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സർക്കാർ വലിയ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഒരു ഏജൻസി തന്നെ ഇതിനെ സഹായിക്കാനും നമുക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകാനും നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനും നമ്മുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് എത്തിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ തരാനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുചിത്വ മിഷൻ ഇതിൽ നമ്മൾ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അത് കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണെങ്കിലും അതുപോലെ കൗൺസിലർമാർ തുടങ്ങി ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവരൊക്കെ അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് നടത്താൻ കഴിയുന്നത്. ഇതുപോലൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ലൈസൻസിന്റെ കാര്യങ്ങൾ? നമുക്ക് ഒരുപാട് ഇപ്പോൾ ഏറ്റവും ബേസിക്കലി നമ്മളൊരു പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിന്റെ ലൈസൻസ് മുതൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് വേണം. പിന്നെ അതുകൂടാതെ ഇതിപ്പം ഫയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ, തീപിടുത്തങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം നമുക്കിവിടെ ഫയർ NOC വേണം. ഇങ്ങനെ പിന്നെ അതുകൂടാതെ ശുചിത്വ മിഷന്റെ
പ്രത്യേക അനുമതിയും കാര്യങ്ങളും വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ കൈകാര്യം ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്ത് ഒരു ലോക്കലി സപ്പോർട്ട് അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഈ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ. ലോക്കൽ തീർച്ചയായിട്ടും ആളുകൾ ഇപ്പോ നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്ന് പറയും. അതായത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ട്. നമ്മൾ എവിടെ തുടങ്ങുവാണെങ്കിലും ഇതുപോലെ ആളുകൾ നമ്മളടുത്ത് പിന്നെ പ്രശ്നം പറഞ്ഞ് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പം നമ്മൾ അവർക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് പിന്നെ അപ്പോൾ അങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ വന്ന് കാണുകയും കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത ആൾക്കാർ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഏകദേശം ഇതിൻ്റെ ചുറ്റുവട്ടം താമസിക്കുന്ന ഒരു 50ഓളം ആളുകൾക്ക് ഇതൊരു വരുമാനമായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാണ് ഇവിടെ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോധവൽക്കരണം നടത്തി. അതായത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ് വരുന്നത്? ഇപ്പോൾ ബ്രഹ്മപുരം പോലെയുള്ള ഡംപ് സൈറ്റുകളാണ് അല്ലേ? അപ്പം കേരളത്തിലുടനീളം നമുക്ക് ഡംപ് സൈറ്റുകളായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ വേസ്റ്റ് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിടുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഈ വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ എങ്ങനെയാണ്? അതിന്റെ ഒരു പ്രോസസ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, ബാക്കി ഇനി എന്തൊക്കെയാണ്? ഓക്കെ, ഇവിടെ നമുക്ക് ലോറിയിൽ വേസ്റ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുപോലെയാണ് നമുക്ക് വേസ്റ്റ് വരുന്നത്. ആ വരുന്ന വേസ്റ്റിനെ നമ്മൾ ഇവിടുത്തെ ചേച്ചിമാര് അവർ പല കാറ്റഗറി ആയിട്ട് സോർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കും, ഇത് ഒരു ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പുറത്ത് നമുക്ക് കാർട്ടൺസ് കാണും. ഇവിടെ ഇത് പാലിന്റെ കവറാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത പാലിന്റെ കവറാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് അതിനെ അവർ കാറ്റഗറൈസ് ചെയ്ത് ആ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ഈ പാലിന്റെ കവറ് വേറൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്, ആ പ്ലാസ്റ്റിക് കവർ മറ്റൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്, കാർഡ്ബോർഡ് മറ്റൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്, എല്ലാം വേറെ വേറെ ആക്കിയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടേക്ക് വരുന്നത് വേസ്റ്റ് കവറാണ്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണ് അല്ലെ? എല്ലാം വേസ്റ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ലോഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റ് അല്ല. അപ്പൊ വേസ്റ്റിനെ നമ്മൾ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട റിസോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നു. ഇവിടെ ഇപ്പൊ ഒരു ദിവസം എത്ര കിലോയോളം വേസ്റ്റ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് 40 ടണ്ണ് ഈ ഫെസിലിറ്റിയിൽ നമുക്ക് പ്രസന്റ്ലി പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി മെഷീനറീസ് ആഡ് ചെയ്തിട്ട് ഏകദേശം 100 ടണ്ണ് ഇവിടെ ഒരു ദിവസം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മൊത്തം യൂണിറ്റ് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അതിനെ കുറിച്ച് അറിയോ? നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് 30,000 ടണ്ണായിരുന്നു. അപ്പൊ ഈ വർഷം നമ്മൾ 60,000 ടണ്ണ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നിയറസ്റ്റ് തന്നെ കൊച്ചിയിലായതുകൊണ്ട് ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഇഷ്യൂ ഉണ്ടാകും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റിന് തീ പിടിച്ചപ്പോഴാണ് ആ സംഭവം ഇത്രത്തോളം ഡേഞ്ചറസ് ആയിരുന്നു എന്ന് അറിയണത്. അപ്പോൾ ആ ഒരു ബ്രഹ്മപുരം പ്ലാന്റിൽ ഇത്രയും വേസ്റ്റ് വന്ന് കൂടാനുള്ള കാരണം ഈ കളക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതിനെ കുറിച്ച് വേസ്റ്റ് ബ്രഹ്മപുരം ഇഷ്യൂ എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ഇല്ലാത്തതല്ല ഇഷ്യൂ. അവിടെ അന്നത്തെ ഇപ്പം അത് ഒരു 15-20ഓളം വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. അപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാത്തതാണ് ബ്രഹ്മപുരം പോലെയുള്ള ഒരു ഡംപ് സൈറ്റിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മപുരത്ത് മിക്സഡ് വേസ്റ്റ് ആണ് അവിടെ കൊണ്ടുപോയിട്ടിരുന്നത്. അപ്പം വേസ്റ്റ് ആളുകൾ സെഗ്രിഗേറ്റ് ചെയ്തിരുന്നില്ല കൊച്ചിയിലെ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർ മുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും അതിൽ ഇൻവോൾവ് ആണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റം മാറി. അങ്ങനെ ഒരു ഫയർ വന്നപ്പോഴെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി അവിടേക്ക് ഇനി പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകില്ല എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തുകയും കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് നമ്മളും കോർപ്പറേഷനായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ ബ്രഹ്മപുരത്തേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവിടെ പുതിയ സംവിധാനങ്ങൾ വന്നു. അപ്പോൾ കൊച്ചി വലിയൊരു മാറ്റം കൊച്ചിക്ക് സംഭവിച്ചു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പരിപാടികൾ നടക്കും. ഓരോ ഇവന്റ്സ് നടക്കുമ്പോഴും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വേസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇവന്റ്സ് എടുത്തിട്ടും ഇങ്ങനെ കളക്ഷൻ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇവന്റ്സിൽ വരുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആണ് ഇവന്റ്സിലെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. കാരണം ഒരുപാട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധിച്ച സാധനങ്ങൾ ഒഴിവാക്കുന്നതോടുകൂടി തന്നെ ഏകദേശം 70-80% വേസ്റ്റിന്റെ ഇഷ്യൂ ഒരു ഇവന്റിൽ മാറിക്കിട്ടും. ബാക്കി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സെറാമിക്കിന്റെ പ്ലേറ്റ് അതല്ലെങ്കിൽ സ്റ്റീലിന്റെ പ്ലേറ്റ് ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അടുത്ത ഇവന്റിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കണ്ടാമിനേഷനുള്ള വേസ്റ്റ് ആണ് ഇവന്റിൽ വരിക. അപ്പോൾ നമ്മൾ ഫുഡ് വിളമ്പുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഫുഡ് മിക്സ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് വരിക. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്റുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പം പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇവന്റുകൾ നടത്തുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഗ്രീൻ എന്നുള്ള പേര് വന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഗ്രീൻ വേംസ് എന്നുള്ള പേരിട്ടത് ചോദിക്കട്ടെ. ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പുഴു അല്ലെ, പുഴുക്കൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫുഡ് വേസ്റ്റ് പുഴുക്കൾ കഴിക്കുന്നു, എന്നിട്ട് നമുക്ക് വളം തരുന്നു അല്ലെ. ഗ്രീൻ വേംസ് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു റിസോഴ്സ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഒരു പുഴു ചെയ്യുന്നത് പോലെയുള്ള ഒരു പണി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ വേംസ് എന്നുള്ള പേര്. പുഴു ഭക്ഷണ വേസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ചെയ്യുന്നു.